വെൽക്കം ടു ഇംബൽ. സോ നമ്മൾ നോക്കാൻ പോകുന്ന ഫാർമസി പ്രാക്ടീസ് ആണ്. അവിടെ ഡ്രഗ് സ്റ്റോർ മാനേജ്മെന്റ് ആൻഡ് ഇൻവെന്ററി കൺട്രോൾ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. സോ ഭയങ്കര സിമ്പിൾ ചാപ്റ്റർ ആണ്. സോ എന്താണ് ഡ്രഗ് സ്റ്റോർ, എന്താണ് ഫാർമസി, എന്താണ് കമ്മ്യൂണിറ്റി ഫാർമസി, എന്താണ് കെമിസ്റ്റ് എന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. സോ പ്രിസ്ക്രിപ്ഷൻ വരുന്നു, അവർ ഡ്രഗ്സ് എടുക്കുന്നു, കൊടുക്കുന്നു എന്നുള്ള പരിപാടിയാണ്. ഇത് നമുക്ക് മരുന്ന് കട എന്നുള്ളതിനേക്കാൾ മോർ ഓവർ അവിടെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതായത് ഫാർമസിസ്റ്റ് ആണ് അവിടെ മരുന്ന് കൊടുക്കുന്നതും അല്ലെങ്കിൽ വാങ്ങുന്നതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഓവർസീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ നമുക്കൊരു കൊമേഴ്സ്യൽ ഏരിയയിലായിരിക്കും എപ്പോഴും നമ്മളൊരു ഡ്രഗ് സ്റ്റോറോ അല്ലെങ്കിൽ ഫാർമസി, ഒരു കമ്മ്യൂണിറ്റി ഫാർമസിയോ ഒക്കെ നമ്മൾ വെക്കുന്നുണ്ടാവുക. പിന്നെ ഹോസ്പിറ്റലിനടുത്തായിരിക്കും എന്നുള്ളതാണ്. അവിടെ പ്രൊക്യൂർമെന്റ് നടക്കാറുണ്ട്, സ്റ്റോക്കിംഗ് നടക്കാറുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ നടക്കാറുണ്ട്. ഇത് എല്ലാം അവിടെ നടക്കുന്ന കാര്യമാണ്. അതായത് ഡ്രഗ് വാങ്ങുന്നതും സ്റ്റോക്ക് ചെയ്യുന്നതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും ഒക്കെ എല്ലായിടവും നടക്കുന്ന കാര്യമാണ്. അല്ലാണ്ട് ഒരു ഭാഗത്ത് മാത്രം നടക്കുന്ന കാര്യം അല്ല എന്നുള്ളതാണ്. ഇനി ഓർഗനൈസേഷൻ ഓഫ് എ ഡ്രഗ് സ്റ്റോർ. ഡ്രഗ് സ്റ്റോർ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു സ്ഥലമാണ് കേട്ടോ, വലിയൊരു സ്ഥലം. അതായത് ഒരു ഡ്രഗ് സ്റ്റോർ ഉണ്ടായിരിക്കും, അതിന് താഴെ കുറെ മിനി ഫാർമസികൾ ഉണ്ടായിരിക്കും. ഇങ്ങനെയാണ് ഇതിന്റെ ലേ ഔട്ട് മിക്കവാറും ഉണ്ടായിരിക്കുക. സോ ഈ ഡ്രഗ് സ്റ്റോർ എന്ന് പറയുന്നത് എന്താണ്, വലിയ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ നമുക്കൊരു പ്രോപ്പർ സ്റ്റോറേജ് കണ്ടീഷൻ ആവശ്യമാണ്, സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷനും അത്യാവശ്യമാണ് എന്നുള്ളതാണ്. ഒരു ഹോസ്പിറ്റലിന് വേണ്ടതോ ഒരു ഫാർമസിക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള എല്ലാ ഡ്രഗുകളും സ്റ്റോർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഡിഫറെന്റ് സോഴ്സിൽ സ്റ്റോർ ചെയ്യുക, പ്രോപ്പർ സപ്ലൈ നടക്കുക, പിന്നെ റിസർച്ചിന് വേണ്ടിയുള്ള ഡ്രഗുകൾ സ്റ്റോർ ചെയ്യുക, റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക, എക്കണോമിക് ഓപ്പറേഷൻസ് ഓഫ് എ ഡ്രഗ് മാനേജ്മെന്റ് ഒക്കെ നടക്കുന്നത് ഈ ഡ്രഗ് സ്റ്റോറിലായിരിക്കും. സോ ഡ്രഗ് സ്റ്റോർ എന്ന് പറഞ്ഞാൽ വേരിയസ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു മേജർ സെൻട്രലൈസ്ഡ് ബോഡിയാണ് ഒരു ഡ്രഗ് സ്റ്റോർ എന്ന് വെച്ചാൽ. ഇനി ലേ ഔട്ട് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. പ്രോപ്പർ വെന്റിലേഷൻ എന്തായാലും ഉണ്ടായിരുന്നു, എയർ ഒക്കെ കടന്നു പോകണം. ലൊക്കേഷൻ എപ്പോഴും ഗ്രൗണ്ട് ഫ്ലോർ ആയിരിക്കണം, ഫാർമസിക്ക് അടുത്തായിരിക്കണം. കാരണം വെച്ചാൽ ഈ ഡ്രഗുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ വാക്സിൻസ് ഒക്കെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാൻ പാടില്ല. ടെമ്പറേച്ചർ കൺട്രോളിനൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എപ്പോഴും നമ്മൾ ഗ്രൗണ്ട് ലൊക്കേഷൻ പറയുന്നത്. പിന്നെ അടുത്തും അറിയണം, 2 എൻട്രി പോയിന്റ് ഉണ്ട്, 2 എൻട്രി പോയിന്റ് ഉണ്ടായിരിക്കണം. വാൾസും റൂഫും ഒക്കെ വാഷബിൾ പെയിന്റ്, അങ്ങനെ അഴുക്കൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റണം. ലൈറ്റിംഗ് പ്രോപ്പർ ആയിരിക്കണം. ഇനി സ്റ്റോറേജ് അറേഞ്ച്മെന്റ് പറയുവാണെങ്കിൽ ഫാസ്റ്റ് മൂവിംഗ് ഐറ്റം കൗണ്ടറിനടുത്തും, സ്ലോ മൂവിംഗ് ഐറ്റം ഷെൽഫിന്റെ അവിടെയും, ബൾക്ക് ഐറ്റം ആണെങ്കിൽ ബോട്ടത്തിലും, സർജിക്കൽ ഇൻസ്ട്രുമെന്റ് ആണെങ്കിൽ സെപ്പറേറ്റ്ലി സ്റ്റോർ ചെയ്യുകയും, പിന്നെ ക്യാഷ് കൗണ്ടറും റാപ്പിംഗ് കൗണ്ടറും എൻട്രൻസിനടുത്തും ആയിരിക്കണം എന്നുള്ളതാണ്. ഈ ഇത്രയും പോയിന്റ്സ് നിർബന്ധമായിട്ട് നിങ്ങൾ എഴുതാൻ പഠിച്ചിരിക്കണം, ഈ പടം വരയ്ക്കാനും പഠിച്ചിരിക്കണം. ഈ പടത്തിനകത്തുള്ളതുപോലെ ഓരോ പോയിന്റും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം എന്നുള്ളതാണ്. ഇനി ഗുഡ് ലേ ഔട്ട് നമ്മൾ പറഞ്ഞു. ഇനി ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് അവിടെ എന്തൊക്കെയാണ് സ്റ്റോക്ക് ചെയ്യുക എന്നുള്ളതാണ്. ക്യാപ്സൂൾസ്, ടാബ്ലറ്റ്സ്, ലിക്വിഡ്സ്, ഇഞ്ചക്ഷൻസ് ഒക്കെ ആയിരിക്കും ചെയ്യുക. ബയോളജിക്കൽ, ആന്റിബയോട്ടിക്സ് ഒക്കെ റെഫ്രിജറേറ്ററിൽ സ്റ്റോർ ചെയ്യണം. ഷെഡ്യൂൾ എക്സും നാർക്കോട്ടിക്കും സൈക്കോട്രോപിക് ഡ്രഗ്സിനും സെപ്പറേറ്റ് ലോക്ക് ആൻഡ് കീ മെത്തേഡ് വെച്ചിരിക്കണം. അതെപ്പോഴും പൂട്ടി തന്നെ വെക്കണം, കാര്യം കള്ളന്മാരെ കടിച്ചു മാറ്റി കൊണ്ടുപോകാനുള്ള ചാൻസ് കൂടുതലാണ്. പോയിസൺസ് ഒക്കെ ആണെങ്കിൽ സെപ്പറേറ്റ് മാറ്റി വെക്കണം. പോയിസൺ എന്ന് നിർബന്ധമായും ലേബിൾ ചെയ്യണം. ആൽക്കഹോൾ കണ്ടെയ്നിങ് പ്രിപ്പറേഷൻസും രജിസ്റ്റർ കീപ്പ് ചെയ്ത് വെച്ചിരിക്കണം. ലാർജ് ബൾക്ക് ഐറ്റംസ് ആണെങ്കിൽ ഷെൽഫിന്റെ അടിയിലായിരിക്കും വെക്കണം. കാരണം എന്തുകൊണ്ടാണ്, നമുക്ക് എടുത്ത് പൊക്കാനൊക്കെ ഭയങ്കര പാടാണ്. അടിയിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റും. ഇനി സ്റ്റോറേജ് കണ്ടീഷൻ ആണ്. ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. നമുക്ക് മൊത്തം സ്റ്റോറേജ് കണ്ടീഷൻ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. കോൾഡ് സ്റ്റോറേജ്, കോൾഡ് ടെമ്പറേച്ചർ, റൂം ടെമ്പറേച്ചർ, വാം ടെമ്പറേച്ചർ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. കോമ്പറ്റേറ്റീവ് എക്സാംസുകാർക്ക് മിക്കവാറും ചോദിക്കും. 0, 8 to 25, 25 to 30, 30 to 40 ആണ്. സോ 0 ഡിഗ്രി ആണെങ്കിൽ വാക്സിൻ, ഹ്യൂമൻ പ്ലാസ്മ, RBC കോൺസെൻട്രേറ്റ് ഒക്കെയാണ്. ഇനി കോൾഡ് ടെമ്പറേച്ചർ ആണെങ്കിൽ ആന്റിബയോട്ടിക്സ്, ഡ്രൈഡ് പ്ലാസ്മ. റൂം ടെമ്പറേച്ചർ എങ്കിൽ ടാബ്ലറ്റ് ക്യാപ്സൂൾസ്. വാം ടെമ്പറേച്ചർ എങ്കിൽ മൾട്ടി വൈറ്റമിൻ ഇഞ്ചക്ഷൻസ് ഒക്കെയാണ് എക്സാമ്പിൾ വരുന്നത്. ഇനി എങ്ങനെയാണ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുക? ഇത് നമുക്ക് എല്ലായിടും ഉപയോഗിക്കാം കേട്ടോ. ഫാർമസിയിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡ്രഗ് സ്റ്റോറിൽ യൂസ് ചെയ്യാം. എല്ലായിടും ഒരുപോലെയാണ്. നമ്മൾ അറിയേണ്ടത് നമുക്ക് എത്രയാണ് റിക്വയർമെന്റ് വേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് വേണ്ടതെന്ന്. അപ്പൊ നമ്മൾ എന്താണ്, ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഉണ്ടായിരിക്കും. അപ്പൊ ഞാൻ ആ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എന്ന് വിചാരിച്ചോളൂ. അപ്പൊ ഞാനൊരു പർച്ചേസ് റിക്വസിഷൻ ഉണ്ടാക്കുന്നു. മെറ്റീരിയൽ ടൈപ്പ് ഓഫ് റിക്വയർമെന്റ്, ക്വാണ്ടിറ്റി എത്രയാണ്. ഇപ്പൊ പാരസ്റ്റമോൾ ആണെങ്കിൽ 1000 പാരസ്റ്റമോൾ നമുക്ക് ആവശ്യമാണ് എന്നൊരു പർച്ചേസ് റിക്വസിഷൻ ഉണ്ടാക്കുന്നു. ഇനി സെലക്ട് ദ സോഴ്സ് ഓഫ് സപ്ലൈ. അങ്ങനെയാണെങ്കിൽ ട്രിവാൻഡ്രത്ത് നിന്നാണ് എനിക്ക് വാങ്ങാനായിട്ട് പറ്റുക. ട്രിവാൻഡ്രത്ത് മെഡിക്കൽ സ്റ്റോർ ഡിപ്പോർട്ട് ഉണ്ട്, MSD പറയും. 6 ലൊക്കേഷൻ, മുംബൈ, ചെന്നൈ, കൽക്കട്ട, ഹൈദരാബാദ്, ഗുവാഹട്ടിയിലൊക്കെ ഉണ്ട്. സോ ഞാൻ ട്രിവാൻഡ്രമാണെന്ന് ഞാൻ വെക്കുവാണ്. ട്രിവാൻഡ്രത്ത് നിന്നാണ് നമുക്ക് ഇറക്കേണ്ടത്. ഞാൻ കണ്ണൂരാണ് ഇപ്പോൾ ഉള്ളതെന്ന് നിങ്ങൾ വിചാരിക്കുക. സോ നെക്സ്റ്റ് അങ്ങനെ നമുക്ക് അവിടെ നിന്ന് എടുക്കാം. ഇല്ലെങ്കിൽ ഡയറക്ടറേറ്റ് ജനറൽ ആൻഡ് സപ്ലൈസ് ആൻഡ് ഡിസ്പോസൽ, DGSND ആണ്. ഇല്ലെങ്കിൽ ടെൻഡർ വിളിക്കാം, എനിക്കൊരു ഓപ്പൺ ടെൻഡർ വിളിക്കാം. ഇവിടെ ടെൻഡേഴ്സ് ഡിഫറെന്റ് ടൈപ്പ് ഉണ്ട് കേട്ടോ. നിങ്ങൾ വേണ്ടി നോട്ട് വെച്ചോളൂ.
ഓപ്പൺ ടെൻഡർ ഉണ്ട്, ക്ലോസ്ഡ് ടെൻഡർ ഉണ്ട്, ഗ്ലോബൽ ടെൻഡർ ഉണ്ട്. ഓപ്പൺ ടെൻഡർ എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ കോമൺ ആയിട്ട് പബ്ലിക് ആയിട്ട് അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നത്. ക്ലോസ് ടെൻഡർ ആണെങ്കിൽ നമുക്ക് അറിയുന്ന ആൾക്കാർക്ക് മാത്രം നമ്മൾ കൊടുക്കുന്നതാണ്. ഗ്ലോബൽ ടെൻഡർ ആണെങ്കിൽ നമ്മൾ ചെയ്യാറില്ല, അത് ഗ്ലോബലി ആണ്. ഇപ്പൊ ഇന്ത്യ ചൈനയ്ക്ക് കൊടുക്കുന്നു, ചൈന റഷ്യ, അങ്ങനെയൊക്കെ ടൈപ്പ് ഓഫ് ആണ്. ഡയറക്റ്റ് പർച്ചേസ് ഉണ്ട്, ഹോൾസെയിലേഴ്സ്, മാനുഫാക്ചർ അല്ലെങ്കിൽ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് എമർജൻസി സമയത്ത് മേടിക്കാം. മിക്കവാറും ഫാർമസികളൊക്കെ ഇങ്ങനെയാണ് മേടിക്കുക, ഹോൾസെയിലേഴ്സും മാനുഫാക്ചേഴ്സും ലോക്കൽ മാനുഫാക്ചേഴ്സാണ് മേടിക്കുക. ടെൻഡേഴ്സ് ആണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കുറഞ്ഞ പൈസയ്ക്ക് ആരാണോ ടെൻഡർ കോട്ട് ചെയ്യുന്നത് അവർക്കാണ് നമ്മൾ കൊടുക്കുക. ഓക്കെ, ടെൻഡർ അറിയാലോ, നിങ്ങൾ വിളിക്കും ഇതുപോലെ ഞങ്ങൾക്ക് 1000 ക്വാണ്ടിറ്റി പർച്ചേസിന് ആവശ്യമുണ്ട്, സോ ഏറ്റവും ലോവസ്റ്റ് കോട്ട് ചെയ്യുന്ന ആരോ നമ്മൾ നോക്കിയാണ് എടുക്കുന്നത്. ഇനി ഇഷ്യൂ പർച്ചേസ് ഓർഡർ ആണ്. ഇവിടെ നമ്മൾ പർച്ചേസ് ഓർഡർ നമ്മൾ ആക്കണം, ഏതൊക്കെയാണ് വേണ്ടത്, പാക്കേജിങ് എങ്ങനെ, സ്പെസിഫിക്കേഷൻസ് എങ്ങനെ, എത്ര ക്വാണ്ടിറ്റി വേണമെന്ന് ആക്കണം. ആൻഡ് കോപ്പീസ് ഓഫ് പർച്ചേസ് ഓർഡർ ആർ സെൻഡ് ടു സപ്ലയേഴ്സ്, അക്കൗണ്ട് സെക്ഷൻ, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, റിസീവിംഗ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഹിസ്റ്ററി റെക്കോർഡ്. അപ്പം ഈ ടെൻഡർ എല്ലാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ഉണ്ടാക്കിയ പർച്ചേസ് ഓർഡർ ഇല്ലേ, ഈ പർച്ചേസ് ഓർഡർ സപ്ലയേഴ്സിനും അക്കൗണ്ട് സെക്ഷനും പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലും ഒക്കെ കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ്, ഈ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റുണ്ടാകാനായിട്ട് പാടില്ല. കാര്യം എവിടെയെങ്കിലും പോയി തെറ്റുണ്ടായാൽ സംഭവിക്കും, നമ്മൾ ടെൻഡറിലൊക്കെ പ്രശ്നം വരും, നമുക്ക് പ്രോപ്പർ സമയത്ത് സാധനങ്ങളൊന്നും കിട്ടില്ല, പേഷ്യൻസിനൊന്നും കൊടുക്കാനായിട്ട് പറ്റില്ല. ഇനി റെസിപ്പിയന്റ് ഓഫ് ഡ്രഗ് ആണ്. ഡ്രഗ് വന്നു കഴിഞ്ഞാൽ എടുത്ത് നമ്മൾ ഉടനെ സ്റ്റോക്ക് ചെയ്യില്ല, അവിടെ ബാച്ച് നമ്പർ, ക്വാണ്ടിറ്റി, എക്സ്പയറി ഡേറ്റ് ഒക്കെ നോക്കും. സോ അത് മാത്രമല്ല, മെഡിക്കൽ സൂപ്രണ്ടും ഡ്രഗ് ഇൻസ്പെക്ടേഴ്സിനും എന്തെങ്കിലും രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്, വേണമെങ്കിൽ അവർക്ക് വന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഇനി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡ്രഗ് ആണ്. സോ ഇവിടെ നമ്മൾ ഒറിജിനൽ മെത്തേഡ് ഓഫ് പാക്കിംഗ് കൂടെ തന്നെയാണ് ചെയ്യാറ്, നമ്മൾ ഒന്ന് പൊട്ടിച്ച് നമ്മൾ വേറെ പാക്കിലാക്കിയൊന്നും അല്ല ചെയ്യുന്നത്. പിന്നെ റീപാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ക്ലീൻ ലേബിൾഡ് കണ്ടെയ്നറിലായിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്, അത്യാവശ്യമാണ്. ഇനിയാണ് നമ്മൾ ഇൻവെന്ററി കൺട്രോൾ പറയാൻ പോകുന്നത്. മിക്കവാറും ആൾക്കാർക്ക് തെറ്റിപ്പോകുന്ന കാര്യമാണ് കേട്ടോ. സോ ഒബ്ജക്റ്റീവ് ടൈംലി നമുക്ക് പ്രോപ്പർ സമയത്ത് നമുക്ക് ഡ്രഗ് കൊടുക്കാൻ പറ്റണം, അതിനാണ് ഇൻവെന്ററി കൺട്രോൾ പറയാം. സോ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് കുറച്ച് കിട്ടുന്നു. ആൻഡ് പ്രൊക്യൂർ ഡ്രഗ് അറ്റ് മിനിമം കോസ്റ്റ് നമുക്ക് ഡ്രഗ് വാങ്ങാൻ പറ്റണം, സ്റ്റോക്ക് ഔട്ട് ഒഴിവാക്കാൻ പറ്റണം, ഷോർട്ടേജ് ഒഴിവാക്കാൻ പറ്റണം, ആൻഡ് മിനിമൽ വേസ്റ്റേജ്. പ്രോപ്പറായിട്ട് പറയുവാണെങ്കിൽ ഒരു ഫാർമസി ആയാലും ഒരു ഡ്രഗ് സ്റ്റോർ ആണെങ്കിലും പ്രോപ്പറായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്തോ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്നതാണ് ഈ ഇൻവെന്ററി കൺട്രോളുമായി ബന്ധപ്പെട്ടുള്ളത്. അവിടെയാണ് ABC അനാലിസിസ്. ABC എന്ന് പറയും. A ആണെങ്കിൽ 10% ഓഫ് ടോട്ടൽ കോസ്റ്റ് ബട്ട് ഹയസ്റ്റ് കോസ്റ്റ് ആണ്. അതായത് ഇപ്പൊ ഞാനൊരു പാരസെറ്റമോൾ ഉണ്ടാക്കാൻ പോവുകയാണെങ്കിൽ പാരസെറ്റമോൾ എന്ന് പറയുന്ന ഡ്രഗ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 10% ആയിരിക്കും. എന്നാൽ വളരെ കോസ്റ്റ് കൂടിയ സാധനമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങൾ നമ്മൾ മേടിച്ചു വെക്കുള്ളൂ, കാര്യം വാങ്ങി വെച്ച് ചിലപ്പോൾ ചീത്തയായി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. B ഐറ്റം ആണെങ്കിൽ മോഡറസ്റ്റ് കോസ്റ്റ് ആൻഡ് കൺട്രോൾ ആണ്. ഈ ഉണ്ടാക്കുന്ന സാധനങ്ങളുടെ സ്ട്രിപ്പ്, അതിനെയാണ് നമ്മൾ മോഡറസ്റ്റ് എന്ന് പറയാം. ആൻഡ് നെക്സ്റ്റ് ഉണ്ട് C ഐറ്റം ആണ്, 70% ഐറ്റം ബട്ട് ലോ കോസ്റ്റ്. അതായത് ഇപ്പൊ ലാക്ടോസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും എക്സിപ്പിയൻസ് ഇല്ലേ, അതിനാണ് നമുക്ക് 70% എന്ന് പറയാം. ഭയങ്കര വില കുറവാണ്, എന്നാൽ കൂടുതലായി ഉപയോഗിക്കുകയാണ്. അപ്പൊ മിനിമം കൺട്രോൾ മതി, അവിടെ അധികം ഒന്നും വലിയ പ്രശ്നമല്ല. പക്ഷെ ഏറ്റവും കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യേണ്ടത് A ഐറ്റം ആണ്, 10% ആൻഡ് ഹൈലി കോസ്റ്റ് ആണ്. കാര്യം വാങ്ങി ഒരു ചീത്തയിൽ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അതൊക്കെ നമ്മൾ നോക്കേണ്ടത് അത്യാവശ്യമാണ്. നെക്സ്റ്റ് വൺ ഇസ് VED അനാലിസിസ് ആണ്. V ഫോർ വൈറ്റൽ ഐറ്റം, അതായത് ഷോർട്ടേജ് മേ ഹോൾട്ട് ഹോസ്പിറ്റൽ ഫംഗ്ഷൻ. ഇതില്ല എന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ ഫംഗ്ഷൻ അങ്ങ് നിൽക്കും, അല്ലെങ്കിൽ ഫാർമസിയിൽ നിൽക്കും എന്ന് പറയുന്ന പോലെ. എസെൻഷ്യൽ ഐറ്റം ഷോർട്ടേജ് അഫക്റ്റ് ചെയ്യും, എന്നാലും വർക്കൊന്നും അങ്ങനെ നിന്ന് പോകത്തില്ല. ഡിസൈറബിൾ ആണെങ്കിലോ നോൺ അവൈലബിലിറ്റി ഡസ് നോട്ട് ഇമ്പാക്ട് ഓപ്പറേഷൻ. ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങളൊന്നും അങ്ങനെ അധികം ഒന്നും അഫക്റ്റ് ചെയ്യില്ല എന്ന് പറയുന്നതാണ് കേട്ടോ. മിനിമം ലെവലിൽ മതി. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ആണെങ്കിൽ ഒപ്റ്റിമൽ ഓർഡർ ക്വാണ്ടിറ്റി എന്നാണ് പറയുക. അവിടെ ഓർഡറിംഗ് കോസ്റ്റ് ഉണ്ട് കേട്ടോ. എക്സ്പെൻസ് ഇൻവേർഡ് ഫ്രം റിക്വസിഷൻ ടു റെസീപ്റ്റ്. സോ നമ്മൾ ഓർഡറിംഗ് കോസ്റ്റ് എന്താണ്, നമ്മൾ എത്രയാണ് ഓർഡർ ചെയ്യാൻ പോകുന്നത്, എത്ര എക്സ്പെൻസ് ആണ് ആവാൻ പോകുന്നത്. ഇൻവെന്ററി ക്യാരിയിങ് കോസ്റ്റ്, ഇവിടെ സ്റ്റോറേജ്, ഇൻഷുറൻസ്, ഹാൻഡ്ലിംഗ് കോസ്റ്റ്. സോ ഓർഡറിംഗ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ പാരസെറ്റമോൾ ഞാൻ ഓർഡർ ചെയ്ത് വാങ്ങാൻ പോവാണ്, ഇതാണ് എന്ത് ഓർഡറിംഗ് കോസ്റ്റ്. ഇൻവെന്ററി കോസ്റ്റ് ആണെങ്കിലോ ഞാൻ ഇത് സ്റ്റോർ ചെയ്യുന്നു, ഇത് ഇൻഷുറൻസ് വെക്കുന്നു, ഹാൻഡ്ലിംഗ് കോസ്റ്റ് ഇല്ലേ, അതാണ് ഇൻവെന്ററി ക്യാരിയിങ് കോസ്റ്റ്. ലീഡ് ടൈം ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ അമ്മ നിങ്ങളുടെ കടയിൽ നിന്ന് ഒരു സാധനം മേടിച്ച് പറയാൻ പറയുന്നു, അപ്പൊ നിങ്ങൾ ഡ്രസ്സൊക്കെ ഇട്ട് പുറത്തിറങ്ങി സാധനം മേടിച്ച് തിരിച്ചു കൊണ്ടുവരുന്നത് വരെയുള്ള സമയത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, ലീഡ് ടൈം എന്ന് പറയാം. ടൈം ടേക്കൺ ഫ്രം ഓർഡർ പ്ലേസ് ടു ഡെലിവറി. സോ ലോങ് ലീഡ് ടൈം ഇൻക്രീസ് ഇൻവെന്ററി ലെവൽ ലീഡിങ് ടു എക്സസ് സ്റ്റോക്ക്. സോ ലീഡ് ടൈം കൂടുതലാണ്, അതായത് ലീഡ് ടൈം കൂടുതലാണ് അല്ലെങ്കിൽ പെട്ടെന്ന് സാധനങ്ങൾ വരുമെങ്കിൽ ഇൻവെന്ററി ലെവൽ കൂടാം.
എക്സസീവ് സ്റ്റോക്കും വരാം എന്നുള്ളതാണ്. ഇത് ശ്രദ്ധിക്കണം. മിക്ക ആൾക്കാർ തിരിച്ചാ പറയുക, ലീഡ് ടൈം കുറയുവാണെങ്കിൽ എക്സസ് സ്റ്റോക്ക് ഉണ്ടാവുന്നതാണ്. അങ്ങനെയല്ല, ലീഡ് ടൈം ആണ് കൂടുതലെങ്കിൽ എക്സസ് സ്റ്റോക്ക് ഉണ്ടാവും. റെഡ്യൂസ് ലീഡ് ടൈം ആണെങ്കിലോ ഇൻവെന്ററി കൺട്രോൾ ഇംപ്രൂവ് ആകുന്നു എന്നുള്ളതാണ്. സോ അതായത് ഇപ്പൊ എക്സാമ്പിൾ ലീഡ് ടൈം കൂടുവാണ്, അപ്പൊ നമ്മൾ സാധനങ്ങൾ വരുന്ന സമയം കൂടുവാണ്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് സാധനം മേടിച്ച് വെക്കും, അപ്പൊ അത് എക്സസ് സ്റ്റോക്കുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ ലീഡ് ടൈം കുറവാണല്ലോ, പെട്ടെന്ന് സാധനം കിട്ടുമെങ്കിലോ, ഇന്ന് ഓർഡർ നാളെ കിട്ടുമെങ്കിൽ എന്താണ്, നമുക്ക് ഇൻവെന്ററി കൺട്രോൾ പ്രോപ്പർ ആവും, ഇംപ്രൂവ് ആക്കി നമുക്ക് വെക്കാൻ പറ്റും. ഇനി ബഫർ സ്റ്റോക്ക് ആണ്, എക്സ്ട്രാ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ഫോർ അൺഫോർസീൻ ഡിമാൻഡ്. അതായത് നമ്മൾ എന്താണ്, നമുക്ക് അറിയില്ല. ബഫർ സ്റ്റോക്ക് എന്ന് വെച്ചാൽ ഇപ്പൊ എക്സാമ്പിൾ നമ്മളെ വീട്ടിലൊക്കെ അമ്മ എന്താ ചെയ്യുക, ഇപ്പൊ അരി ആണെങ്കിലും അല്ലെങ്കിൽ മുളക് പൊടി ആണെങ്കിലും കുറച്ചധികം മാറ്റി വെക്കും. അപ്പം നമ്മൾ പറയാം, അയ്യോ ഈ മാസം സാധനം ഇല്ല, അപ്പൊ അമ്മ പറയും, ഈ മാസം കുറച്ചും കൂടെ പോള സാധനം ഉണ്ട്, കഴിഞ്ഞ മാസം ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടെന്ന് അറിയില്ലേ. നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻവെന്ററി മാനേജ്മെന്റ് എടുത്ത് നമ്മൾ അമ്മമാരാണ്, അവർക്കറിയാം എത്രയാണ് എങ്ങനെയാണെന്നാണ്. അപ്പൊ നമുക്ക് വരാൻ പോകുന്ന ഡിമാൻഡ് നമ്മൾ നോക്കിക്കൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന രീതിയാണ് കേട്ടോ. ബഫർ സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു മാക്സിമം കൺസപ്ഷൻ റേറ്റ് മൈനസ് ആവറേജ് കൺസപ്ഷൻ റേറ്റ് ഇൻടു ലീഡ് ടൈം ആണ്. സോ റീ ഓർഡർ ലെവൽ എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴാണ് റീ ഓർഡർ ചെയ്യേണ്ടത്, അത് സിഗ്നൽ ആണ്. ഇവിടെ റീ ഓർഡർ ഈസ് ഈക്വൽ ടു ആവറേജ് ഡെയിലി യൂസേജ് ഇൻടു ആവറേജ് ലീഡ് ടൈം പ്ലസ് സേഫ്റ്റി സ്റ്റോക്ക്. അതായത് നമ്മൾക്ക് ഒരു പോയിന്റ് എത്തുമ്പം ഡ്രഗ് നമുക്ക് തീർന്നു പോകും അല്ലെങ്കിൽ തീരാറാകും. ആ തീരാറാകുന്ന, നമ്മൾ തീരത്തില്ല, അതിന് മുന്നേ നമ്മൾ ചെയ്യും, ഒരു റീ ഓർഡർ ലെവൽ ഉണ്ടായിരിക്കും, ആ ലെവലിലാണ് നമ്മൾ ചെയ്യുക. ഇപ്പൊ ബഫർ സ്റ്റോക്ക് ആണെങ്കിൽ നമ്മുടെ എക്സസീവ് സ്റ്റോക്ക്, റീ ഓർഡർ ആണെങ്കിൽ ഈ ബഫർ സ്റ്റോക്ക് പോലും തീരാറായി ഒരു പോയിന്റ് എത്തി. അതായത് ഇപ്പോൾ 5 പാരസ്റ്റമോൾ ഒരു ദിവസം എനിക്ക് വേണ്ടത്, പക്ഷെ 3 പാരസ്റ്റമോൾ വരെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യും, പക്ഷെ 3 താഴെ വന്നു കഴിഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല. അപ്പൊ 3 എന്റെ റീ ഓർഡർ ലെവൽ. ഇത്രയേ ഉള്ളൂ കേട്ടോ, സിമ്പിൾ ആണ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഇൻവെസ്റ്റിഗേഷൻ യൂസേജ് ഓഫ് ഡ്രഗ് ആണ്. സോ ഡ്രഗ് ഇൻ എനി ഡ്രഗ് ടെസ്റ്റ് ഓർ യൂസ്ഡ് ആസ് എ റഫറൽ ഇൻ എ ക്ലിനിക്കൽ ട്രയൽ. സോ നമ്മൾ ബേസിക്കലി ക്ലിനിക്കൽ ട്രയലിൽ യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ്. ദ രജിസ്റ്റർഡ് ഡ്രഗ് യൂസ്ഡ് ഇൻ ഡിഫറെന്റ് ഫോർമുലേഷൻ. സോ നമുക്കറിയാം, ഒരു പാരസ്റ്റമോൾ എന്ന് പറഞ്ഞ ഡിഫറെന്റ് ഫോർമുലേഷൻ നമ്മൾ കൊടുക്കാറുണ്ട് അല്ലേ. സോ ഡ്രഗ് യൂസ്ഡ് ഫോർ ആൻ അൺഅപ്രൂവ്ഡ് ഇൻഡിക്കേഷൻ, നമുക്ക് അപ്രൂവ് ചെയ്തിട്ടില്ല, അൺഅപ്രൂവ്ഡ് ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ പോലും അതെന്താണ് ഇൻവെസ്റ്റിഗേഷൻ യൂസ് ഓഫ് ഡ്രഗ് എന്ന് പറയാം. എ ഡ്രഗ് യൂസ് ഇൻ ഡോസേജ് ഔട്ട്സൈഡ് ദ അപ്രൂവൽ റേഞ്ച്. സോ ഇപ്പൊ 500 mg ആണ് നമ്മൾ പറയുന്നത്, 500 mg കൂടുതൽ ഉപയോഗിക്കുവാണെങ്കിലും അത് ഇൻവെസ്റ്റിഗേഷൻ യൂസ് ഓഫ് ഡ്രഗ് ആണ്. സോ ഇത്രയേ ഉള്ളൂ. ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഡ്രഗ് ഇസ് എനി ഡ്രഗ് ടെസ്റ്റഡ് ഓർ യൂസ്ഡ് ആസ് എ റെഫറൻസ് ഇൻ എ ക്ലിനിക്കൽ ട്രയൽ. നമ്മൾ ഒരു ഡ്രഗിനെ ടെസ്റ്റ് ചെയ്യുന്നതാകാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മൾ തന്നിരിക്കുന്ന റെഫറൻസിനേക്കാൾ കൂടുതലായി യൂസ് ചെയ്യുന്നു. ബേസിക്കലി ടെസ്റ്റിംഗ് ചെയ്യുന്നു, ക്ലിനിക്കൽ ട്രയലിലൊക്കെ നമ്മൾ ടെസ്റ്റിംഗ് ചെയ്യുന്നു. ഈ ക്ലിനിക്കൽ ട്രയൽ ആരാ ചെയ്യുക, ഹോസ്പിറ്റലിലൊക്കെ ആയിരിക്കും ചെയ്യുക, ഹെൽത്ത് കെയർ ഏജൻസീസ് ഒക്കെ ആയിരിക്കും കൂടുതലും ഈ ക്ലിനിക്കൽ ട്രയൽസും കാര്യങ്ങളൊക്കെ ചെയ്യാം. സോ FDA അപ്രൂവൽ, എന്തായാലും FDA അപ്രൂവൽ ആവശ്യം തന്നെയാണ്. ഇൻവെസ്റ്റിഗേഷൻ ഡ്രഗ് ഹാവ് നോട്ട് യെറ്റ് ബീൻ അപ്രൂവ്ഡ് ഫോർ ജനറൽ യൂസ് ബൈ ദി FDA. അപ്പം ഈ നമ്മൾ ഓൾറെഡി ഡ്രഗ്സുകൾക്ക് FDA അപ്രൂവൽ ആവശ്യമാണ്. അപ്പം ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ യൂസ് ഓഫ് ഡ്രഗിന് FDA അപ്രൂവൽ ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല. കാരണം ഓൾറെഡി അപ്രൂവൽ ഇല്ലാതെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ഡ്രഗ് അല്ലേ. ഇനി ഹോസ്പിറ്റൽ റെസ്പോൺസിബിലിറ്റി, ഇതിനകത്ത് എന്ത് പ്രശ്നം വന്നാലും ഹോസ്പിറ്റലാണ് റെസ്പോൺസിബിൾ ആവുക. ഹോസ്പിറ്റൽ മസ്റ്റ് എസ്റ്റാബ്ലിഷ് പ്രൊസീജിയർ ടു എൻഷുർ പേഷ്യന്റ് സേഫ്റ്റി വെൻ ഇൻവെസ്റ്റിഗേഷൻ ഡ്രഗ്. ഒരു ഡ്രഗ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ സേഫ്റ്റിയും കാര്യങ്ങളും ഹോസ്പിറ്റലാണ് നോക്കേണ്ടത്. സൂപ്പർവിഷൻ, ഉറപ്പായിട്ട് സൂപ്പർവിഷൻ അത്യാവശ്യമാണ്. നഴ്സിംഗ് റോള്, ഈ നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രഗിന്റെ ഡോസ്, ഇതിന്റെ സൈഡ് എഫക്ട്, ടോക്സിറ്റി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്യേണ്ടത് നേഴ്സാണ്. ഇനി സെൻട്രലൈസ്ഡ് ഇൻഫർമേഷൻ, എ ഹോസ്പിറ്റൽ ഷുഡ് മെയിൻറ്റെയിൻ എ സെൻട്രലൈസ്ഡ് യൂണിറ്റ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ഡ്രഗ് റെക്കോർഡ്. അപ്പം ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഡ്രഗ് റെക്കോർഡിന്റെ എല്ലാം കീപ്പ് ചെയ്യേണ്ടത് നമുക്കൊരു സെൻട്രലൈസ്ഡ് ഇൻഫർമേഷൻ നമ്മൾ കീപ്പ് ചെയ്യേണ്ടതും അത്യാവശ്യം തന്നെയാണ്. സ്റ്റോറേജ് ആണെങ്കിലോ, ഫാർമസി ഡിപ്പാർട്ട്മെന്റ് ഷുഡ് സ്റ്റോർ ഇൻവെസ്റ്റിഗേഷൻ ഡ്രഗ് എൻഷുറിംഗ് പ്രോപ്പർ ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ഇൻവെസ്റ്റിഗേഷൻ ഡ്രഗ് ആകുമ്പോൾ അത് സ്റ്റോർ ചെയ്യുന്നവരാണ് ഫാർമസി തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്യേണ്ടതും നോക്കേണ്ടതും ആരാണ്, ഫാർമസി തന്നെയാണ് എന്നുള്ളതാണ്. സിമ്പിളാണ്, എത്രയേ ഉള്ളൂ. നമ്മൾ ഈ ഡ്രഗ് ട്രയൽസിനൊക്കെ ഉപയോഗിക്കുന്ന അതിന്റെ അമ്മയും ബന്ധപ്പെട്ട ഡ്രഗ്സുകളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് സൂക്ഷിക്കേണ്ടതും അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ, അല്ലാതെ അതിനേക്കാൾ അപ്പുറം ഒന്നും ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് പോകണ്ട എന്നുള്ളതാണ്. സോ ഇവിടെ ക്ലാസിഫിക്കേഷൻ ഉണ്ട് കേട്ടോ. ക്ലാസിഫിക്കേഷൻ എ എന്ന് പറഞ്ഞാൽ പ്രൈമറി റിസർച്ച് സ്റ്റേജ് ആണ്. സോ ഇവിടെ നമ്മൾ റിസർച്ച് സ്റ്റേജ് ആണ്. പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് റെസ്ട്രിക്റ്റഡ് ടു പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ. അതായത് ഈ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ എന്ന് വെച്ചാൽ എല്ലാ ഹോസ്പിറ്റലിലും ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ കൺസൾട്ടൻസ് ആയിരിക്കും.
അവരായിരിക്കും ഇതിന്റെ കാര്യങ്ങളെല്ലാം നോക്കി ചെയ്യുന്നത്. അല്ലാതെ നഴ്സുമാർക്കോ വേറെ ആർക്കോ ഒന്നും കൊടുക്കില്ല. ഇതൊക്കെ ക്ലിനിക്കൽ റിസർച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവരായിരിക്കും കൂടുതലും ചെയ്യുക. പ്രിലിമിനറി റിസർച്ച് സ്റ്റേജ് ആയിരിക്കും. ഗ്രൂപ്പ് ബി ആണെങ്കിൽ ഡ്രഗ് ദാറ്റ് ഹാവ് പാസ് ദ പ്രിലിമിനറി റിസർച്ച്. സോ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ ചെയ്യുന്ന ഔട്ട്സൈഡ് ആണ് കേട്ടോ. അതായത് അണ്ടർ റെസ്ട്രിക്റ്റഡ് യൂസ്, ഡിസ്പെൻസിങ് ഓൺലി ഓൺ എ റിട്ടൺ പ്രിസ്ക്രിപ്ഷൻ. ഡോക്ടർ എഴുതിയാൽ മാത്രമേ മരുന്ന് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഗ്രൂപ്പ് സി ആണെങ്കിൽ FDA അപ്രൂവ്ഡ് ഡ്രഗ്സ് ആയിരിക്കും. അത് ഹോസ്പിറ്റൽ ഗൈഡ് ലൈൻസ് പ്രകാരം കൊടുക്കാം. ഗ്രൂപ്പ് ഡി ആണെങ്കിൽ ഡ്രഗ് ഹോസ്പിറ്റൽ ഫോർമുലറിയിലും ജനറൽ യൂസിലും നമ്മൾ അക്സെപ്റ്റഡ് ആയിരിക്കും. ഹോസ്പിറ്റൽ ഫോർമുലറി അല്ലോ അല്ലെ, ഹോസ്പിറ്റലിന് വേണ്ടിയുള്ള ബുക്കാണ്. ജനറൽ യൂസ് നമുക്ക് നോർമലി ഒക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി ജനറൽ യൂസ് ഡ്രഗ് ആണ്, അറിയാലോ, FDA അപ്രൂവ് ചെയ്യണം, ഫ്രീലി നമുക്കത് കൊടുക്കാൻ പറ്റും. പിന്നെ കണ്ടീഷൻ യൂസ് ഡ്രഗ്സ്, ഡ്രഗ് അപ്രൂവ്ഡ് ഫോർ ട്രയൽ ബിഫോർ ഫൈനൽ അക്സെപ്റ്റൻസ്. സോ നമുക്ക് ഫൈനൽ അക്സെപ്റ്റൻസ്, അവസാനത്തെ അക്സെപ്റ്റൻസിന് മുന്നേ ട്രയൽസുകളിൽ ഉപയോഗിക്കുന്നതിന് നമ്മൾ കണ്ടീഷൻ യൂസ് എന്ന് പറയാം കേട്ടോ. ട്രയൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി റെസ്ട്രിക്റ്റഡ് യൂസ്, FDA അപ്രൂവ്ഡ് ഡ്രഗ് ദാറ്റ് റിക്വയർ അഡീഷണൽ അപ്രൂവ് ഫോർ കൺട്രോൾഡ് യൂസ്. കൺട്രോൾഡ് യൂസിന് വേണ്ടി നമുക്ക് അഡീഷണൽ അപ്രൂവൽ ആവശ്യമാണ്. FDA അപ്രൂവ്ഡ് ഡ്രഗ്സും തന്നെയായിരിക്കും. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഇത്രയും എന്തെങ്കിലും പഠിക്കണം കേട്ടോ. ചോദ്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി കൺട്രോൾ ആൻഡ് ഡോക്യുമെന്റേഷൻ. സോ ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി നമുക്ക് ഓൾറെഡി അറിയാം. ഇവര് പുതിയ ഡ്രഗ് ഏതാണ്, ജനറിക് നെയിം ഏതാണ്, മാനുഫാക്ചർ ഡീറ്റെയിൽസ് ഏതാണ്, കെമിക്കൽ നെയിം ഏതാണ്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും കീപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യം ആണ്. സോ എസെൻഷ്യൽ ഫോം ഫോർ ഇൻവെസ്റ്റിഗേഷൻ ഡ്രഗ്. സോ എന്തൊക്കെയാണ് എസെൻഷ്യൽ ഫോം? ഫസ്റ്റ് വൺ ഈസ് ഫിസീഷ്യൻസ് ഡേറ്റ ഷീറ്റ്. അതിവിടെ ഡ്രഗ് നെയിം, മാനുഫാക്ചർ, സ്ട്രെങ്ത്, ബാച്ച് നമ്പർ, ഡോസേജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കണം. ആൻഡ് സിഗ്നേച്ചർ ഓഫ് ദ ഇൻവെസ്റ്റിഗേറ്ററും അത്യാവശ്യമാണ്. നഴ്സിംഗ് ഡേറ്റ ഷീറ്റ് നമ്മൾ പറഞ്ഞു, നഴ്സിംഗ് അവിടെ വരും എന്ന് പറഞ്ഞില്ലേ. സോ സിഗ്നേച്ചർ ഓഫ് നഴ്സിംഗ് ഇൻചാർജും ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും അത്യാവശ്യമാണ്. ഇനി ഫാർമസിസ്റ്റ് ഡേറ്റ ഷീറ്റ്. ചില ഡ്രഗ്സുകൾ ഫാർമസിയിൽ വെക്കാറുണ്ട് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഫാർമസിസ്റ്റ് അതിൻ്റെതായ ഡീറ്റെയിൽസും കീപ്പ് ചെയ്യേണ്ടത് ആവശ്യമാണ്. നെക്സ്റ്റ് വൺ ഇസ് ലേബിളിംഗ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഡ്രഗ് ആണ്. ഇവിടെ പേഷ്യന്റ് നെയിം, ആർക്ക് ഡിസ്പെൻസ് ചെയ്തു, എപ്പോൾ ഡിസ്പെൻസ് ചെയ്തു, അവിടെ റെഡ് ഇങ്ക് വൈറ്റ് പേപ്പറിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഡ്രഗുകൾ ലേബൽ ചെയ്യുക. ബിക്കോസ് നമുക്ക് ഇമ്മീഡിയറ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഏതെങ്കിലും പേഷ്യൻ്റൊക്കെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതൊക്കെ സിമ്പിൾ ആണ്, നിങ്ങൾ വായിച്ചു പോയാൽ മതിയായിരിക്കും. സോ നെക്സ്റ്റ് വൺ ഈസ് റോൾ ഓഫ് ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റ്. ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റ് റോൾ എന്താണ്? എപ്പോഴും എന്താണ്, നമുക്ക് പ്രോപ്പറായിട്ട് ഡ്രഗ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, എഫിക്കസി കൊടുക്കുക അല്ലെ. പ്രോപ്പറായിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു പോവേണ്ടത് ആവശ്യമാണ്. പ്രോപ്പർ ലേബലിംഗ്, പ്രോപ്പർ ഡിസ്പെൻസിങ്, സ്റ്റഡി ഡിസൈൻസിന് അസിസ്റ്റ് ചെയ്യുക, കൊളാബറേഷൻ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇവിടെ അഡ്വൈസറി കമ്മിറ്റീസ് ഉണ്ട്. ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി, PTC, നിങ്ങൾക്ക് അറിയാമല്ലോ. ഇൻവെസ്റ്റിഗേഷൻ ഡ്രഗ്സിലൊക്കെ പോളിസീസ് ഡെവലപ്പ് ചെയ്യുന്നത് ഫാർമസിസ്റ്റ് ഒക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. സേഫ്റ്റി, മോണിറ്ററിങ്, അഡ്വേഴ്സ് എഫക്റ്റിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നവരാണ് ഫാർമസിസ്റ്റ് ആണ്. ഇനി FDA അഡ്വൈസറി കമ്മിറ്റി, ടെക്നിക്കൽ അസിസ്റ്റൻസ്, ഡ്രഗ് ഇവാലുവേഷൻ, പിന്നെ അതുമാത്രമല്ല പബ്ലിക് കൺസേൺസ് മനസ്സിലാക്കി ഇൻവെസ്റ്റിഗേഷൻ ഡ്രഗ്സുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻ ഒക്കെ ചെയ്യുന്നത് FDA അഡ്വൈസറി കമ്മിറ്റിയാണ്. പറയുവാണെങ്കിൽ ഒരു ഡ്രഗ് പുറത്തിറങ്ങണമെങ്കിൽ കുറെ ബോഡീസ് ഉണ്ട്. ഈ ബോഡീസ് ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് നമുക്ക് പറയാനുള്ളത് ക്ലിനിക്കൽ ലബോറട്ടറി ടെസ്റ്റ് ആണ്. ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. സോ നമ്മളിത് ഇവിടെ കൂടുതൽ അധികം ഒന്നും നമ്മൾ മെൻഷൻ ചെയ്യില്ല. നിങ്ങൾക്ക് അറിയുന്നതാണ്, നിങ്ങൾ ഫിസിയോളജി പഠിച്ചാണ്, നിങ്ങൾക്ക് വായിച്ചത് മനസ്സിലാവുന്ന കാര്യമാണ്. ഡയഗ്നോസിങ്ങിനും മോണിറ്ററിങ്ങിനും സ്ക്രീനിങ്ങിനും ഉപയോഗിക്കുന്ന ടെസ്റ്റുകളാണ്. സോ ബ്ലഡ് കെമിസ്ട്രി ഏതാണ്? BMP, ബേസിക് മെറ്റബോളിക് പാനലാണ്. അതായത് ഷുഗർ, കിഡ്നി ഫംഗ്ഷൻ, ഇലക്ട്രിക് ബാലൻസ് നോക്കുക. ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ആണെങ്കിൽ ബ്ലഡ് ഷുഗർ ലെവൽ നോക്കുക, കാൽഷ്യം ലെവൽ നോക്കുക. ഇലക്ട്രിക് പാനൽ ആണെങ്കിൽ സോഡിയം, പൊട്ടാഷ്യം, ക്ലോറൈഡ്, ബൈകാർബണേറ്റ് നോക്കുക. ബ്ലഡ് യൂറിൻ നൈട്രജൻ ടെസ്റ്റ് ആണെങ്കിൽ കിഡ്നി ഫംഗ്ഷൻ ഇവാലുവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കിഡ്നി ഡിസീസ് ഉണ്ടോ എന്ന് അറിയുക. പിന്നെ RBC നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ കൗണ്ട്, പിന്നെ ഇൻക്രീസ് RBC, ഡിക്രീസ് RBC. ലൂക്കോസൈറ്റ്സ് ആണെങ്കിൽ വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെ. ഇൻക്രീസ് വൈറ്റ് ബ്ലഡ് സെൽസ് ആണെങ്കിലോ ലൂക്കോസൈറ്റോസിസ് ആണ് അല്ലെ. സോ ഇൻഫെക്ഷൻ, ഇൻഫ്ലമേഷൻ, ലുക്കീമിയ. ആൻഡ് ഡിഫറെന്റ് WBC കൗണ്ട് ഏതൊക്കെയാണ്? ന്യൂട്രോഫിൽ, ഇസ്നോഫിൽ, ലിംഫോസൈറ്റ്സ്, മോണോസൈറ്റ്സ്. മോണോസൈറ്റ്സ് കൂടുകയാണെങ്കിലോ ട്യൂബർകുലോസ്, മലേറിയ, അൾസറേറ്റീവ് കൊളൈറ്റ്സ് ആകാം. ലിംഫോസൈറ്റ്സ് ആണെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻ, ട്യൂബർകുലോസിസ്. ഇസ്നോഫിൽ കൂടുകയാണെങ്കിൽ അലർജി, ആസ്മ, സ്കിൻ ഡിസീസ്. ന്യൂട്രോഫിൽ ആണെങ്കിൽ ഇൻഫെക്ഷൻ, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. ഇനി പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ആണെങ്കിലോ നമുക്ക് ബ്ലഡ് ക്ലോട്ടിങ്ങിന് അത്യാവശ്യമാണ്. ഇൻക്രീസ് കൗണ്ട് ആണെങ്കിൽ ട്യൂബർകുലോസിസ്, അയൺ ഡെഫിഷ്യൻസി, അനീമിയ. ഡിക്രീസ് ആണെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻ. ഇനി HB ടെസ്റ്റ്, ഹീമോഗ്ലോബിൻ ആണ്. നമ്മൾ ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി നടത്തുന്ന ആരാണ്? ഹീമോഗ്ലോബിൻ ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. കൂടിക്കഴിഞ്ഞാൽ എന്താണ്? ലങ് ഡിസീസ് ആയിരിക്കാം. ലൈക്ക് ഡീഹൈഡ്രേഷനിലൊക്കെ ഹൈ ഹീമോഗ്ലോബിൻ കൂടാറുണ്ട്.
ലോ ആണെങ്കിലോ അനീമിയക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാം. ആൻഡ് ESR ആണ്, എറിത്രോസൈറ്റ് സെഡിമെന്റേഷൻ റേറ്റ് ആണ്. മെഷർ ഇൻഫ്ലമേഷൻ ലെവൽ. ഇൻഫ്ലമേഷൻ ലെവൽ നോക്കുന്നത് എങ്ങനെയാണ്? ESR വെച്ചിട്ടാണ്. ബ്ലഡ് ക്ലോട്ടിംഗ് ടൈം ആണെങ്കിൽ 4 to 9 minutes ആണ്. പ്രൊലോങ് ആണെങ്കിൽ വൈറ്റമിൻ കെയുടെ ഡെഫിഷ്യൻസിയോ ഹീമോഫീലിയോ ആയിരിക്കും. സോ നെക്സ്റ്റ് അബ്നോർമൽ കോൺസ്റ്റിറ്റ്യൂവൻസ് ഇൻ യൂറിൻ ആൻഡ് ക്ലിയർ ഡിസോർഡർ ആണ്. സോ പ്രോട്ടീൻ ആണ് അബ്നോർമലി ഉണ്ടെങ്കിൽ കിഡ്നി ഡാമേജോ ഡയബറ്റിസ് മെൽറ്റസോ ആയിരിക്കാം. ബൈൽ പിഗ്മെന്റേഷൻ ആണ് ഇല്ല എന്നുണ്ടെങ്കിൽ ജോണ്ടിസോ ലിവർ ഡിസോർഡർ ആയിരിക്കാം. കീറ്റോൺ ബോഡി ഇല്ലെങ്കിൽ ഡയബറ്റിസ് മെൽറ്റസ്, സ്റ്റാർവേഷൻ, കീറ്റോസിസ്. ബ്ലഡ് ആണെങ്കിലോ ആബ്സെൻസ് ആണ്, ബ്ലഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ഹെമറ്റൂറിയ, ട്യൂബർകുലോസിസ്, ക്യാൻസർ, അക്യൂട്ട് ആണ്. സോ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഇല്ല എന്ന്, ആബ്സെന്റ് മീൻസ് അത് ഉണ്ടാവാൻ പാടില്ല. ബൈൽ പിഗ്മെന്റ് ആബ്സെന്റ് ആണെങ്കിൽ ബൈൽ പിഗ്മെന്റ് റേഞ്ച് ഇല്ല, പാടില്ല എന്നുള്ളതാണ്. ഉണ്ടെങ്കിൽ ജോണ്ടിസ് ലിവർ ആണ്. കീറ്റോൺ ബോഡി ആബ്സെന്റ് ആയിരിക്കണം, ഉണ്ടെങ്കിൽ ഡയബറ്റിസ് മെൽറ്റസ്, സ്റ്റാർവേഷൻ ആയിരിക്കും. ബ്ലഡ് ആണെങ്കിൽ ഉണ്ടാവാൻ പാടില്ല, ഉണ്ടെങ്കിൽ ട്യൂബർകുലോസ്, ക്യാൻസർ ഒക്കെ ആയിരിക്കും. പസലാണെങ്കിൽ 0.0 to 5 HPF ആണ്. അവിടെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാകാം, കിഡ്നി ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാകാം എന്നുള്ളതാണ്. ഇത് നോർമൽ യൂറിൻ പാരാമീറ്റേഴ്സ് ആണ്. ഇത് പറ്റുന്നവർ പഠിക്കുക, ഇല്ലെങ്കിൽ ക്ലിയർ ആയിരിക്കണം, അല്ലെങ്കിൽ ട്രാൻസ്പെറന്റ് ആയിരിക്കണം. സ്പെസിഫിക് ഗ്രാവിറ്റി 1.0032 to 1.025 ആയിരിക്കണം. pH 4.5 ആയിരിക്കണം. അങ്ങനെ പഠിക്കുക. അല്ലാതെ പറ്റുന്നവരൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, ഫുള്ളും വാല്യൂസ് തന്നെ പഠിച്ചു പോവുക. സോ 700 to 2500 ആണ് നോർമൽ വോളിയം. സോ കൂടുകയാണെങ്കിൽ ഡയബറ്റിസ് മെൽറ്റസ്, പോളിയൂറി ഒക്കെ ആയിരിക്കും. അപ്പിയറൻസ് ക്ലിയർ ആയിരിക്കണം. സോ ക്ലിയർ അല്ല, ക്ലൗഡി ഒക്കെ ആണെങ്കിൽ ഇൻഫെക്ഷൻ ഉള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഡിസ്കളറേഷൻ ഉണ്ടെങ്കിൽ ടെട്രാസൈക്കിളിനൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പം ട്യൂബർകുലോസിന് കൊടുക്കുന്ന റിഫാംബസിൻ പോലെ ഡ്രഗ് കൊടുക്കുകയാണെങ്കിൽ റെഡ് കളറിലൊക്കെ കാണാറുണ്ട്. അപ്പൊ അതൊക്കെ എഴുതുക. സ്പെസിഫിക് ഗ്രാവിറ്റി ആണെങ്കിലോ കൂടുകയാണെങ്കിൽ ഡയബറ്റിസ് മെൽറ്റസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. റീനൽ ഫെയിലർ ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. പറയുമ്പോൾ pH ആണ് 4.5 to 9.0 ആയിരിക്കണം. അസിഡിക് ആയിരിക്കണം എന്നുള്ളതാണ്. ആൽക്കലൈൻ ആണെങ്കിൽ ആൽക്കലോസ് ഉണ്ടായിരിക്കും. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനോ അല്ലെങ്കിൽ അതർ മെഡിക്കേഷൻ യൂസ് കാരണം pH മാറ്റം ഉണ്ടാകാം. ഒരു സിമ്പിൾ ചാപ്റ്റർ ആണ്. നിങ്ങൾ വിചാരിക്കുമ്പോൾ അത്ര ടഫുള്ള സംഭവമൊന്നുമല്ല. പക്ഷേ നിങ്ങൾ ഇതിനകത്ത് ഓരോ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് പഠിക്കുക. എന്താണ് എക്സാമിന് എഴുതേണ്ടതെന്നുള്ള പ്രോപ്പർ സാധനം ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ എക്സ്ട്രാ നിങ്ങൾക്ക് എഴുതാം, എഴുതാതെ ഇരിക്കാം, നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഇത്രയും പോയിന്റ്സ് നിർബന്ധമായിട്ടും എക്സാമിന് പഠിച്ചിരിക്കണം. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.